വെൽക്കം ടു ആമീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമുക്ക് നല്ലൊരു കൊഞ്ച് വള്ളം കറി ഉണ്ടാക്കിയാലോ. അതിനായി നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാമേ. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്നിളക്കാമേ. കൂടെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ട പൊടികൾ ചേർക്കാമേ. അതിനായിട്ട് കാശ്മീർ ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത ഒരു ടൊമാറ്റോ ചേർത്ത് നല്ലതുപോലെ വെന്തുടയുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചാറ് തിളയ്ക്കുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാമേ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചാറൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കൊഞ്ചിന് അധികം കുക്കിംഗ് ടൈം ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം പാകത്തിനുണ്ടോ എന്ന് നമുക്ക് ഈ സമയം ഒന്ന് നോക്കാം. ഇപ്പോൾ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് 2 മിനിറ്റ് എണ്ണ തെളിയുന്നവരെ അടച്ചു വെച്ചാൽ നല്ല ചൂട് ചോറിനോടൊപ്പം ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കൊഞ്ച് കറി റെഡി. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ.